നമസ്കാരം. എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണും കുഞ്ഞുങ്ങളുമായിട്ടുള്ള അഡിക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലും മൊബൈൽ ഫോൺ അഡിക്ഷൻ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മുടെ പാരൻസ് മിക്ക പാരൻസ് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഒന്ന് ശാന്തരായിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നത് ഒരു ശീലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ടോയ് എന്ന പോലെ, ഒരു കളിപ്പാട്ടം എന്ന പോലെ നമ്മൾ മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടുവരാം. അത് ഒരു ഓവറോൾ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് കുഞ്ഞുങ്ങളുടെ തലയോട്ടി എന്ന് പറയുന്നത് വളരെയധികം തിന്നാണ്. ഒരു 60 to 70% റേഡിയേഷൻ അഡൽറ്റിനെക്കാട്ടി പെട്ടെന്ന് അഫക്റ്റഡ് കുഞ്ഞുങ്ങളുടെ തലയോട്ടിലേക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ ചിലവരൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓട്ടമാണ്, ചാട്ടമാണ്, അവിടെ കയറും ഇവിടെ കയറും, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. മൊബൈൽ ഫോൺ ഓവർ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കണ്ടുവരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നീടുള്ളത് ഈ മൊബൈൽ ഫോണിലുള്ള ഗെയിംസ്. മിക്ക കുഞ്ഞുങ്ങളും വീഡിയോ ഗെയിംസ് കളിക്കുന്നവരാണ്. ഈ വീഡിയോ ഗെയിംസ് കളിക്കുന്നത്, ഈ ഗെയിം എന്ന് പറയുന്നത് ചിലത് ഡേഞ്ചറസ് ഗെയിം ഉണ്ടാവും, ചിലത് കില്ലർ ഗെയിംസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡേഞ്ചറസ് കില്ലർ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ മെൻ്റൽ സ്റ്റാറ്റസ് വേറെ രീതിയിൽ പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ ബിഹേവിയറൽ ഇഷ്യൂസും വളരെയധികം വളരെയധികം ഇഷ്യൂസ് അഫക്റ്റഡ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ കില്ലർ ഗെയിംസ് നമ്മൾ കളിക്കുന്നത് വഴി അതിൽ ഫൈറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഈ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ അത് ഇവരുടെ മെൻ്റൽ സ്റ്റാറ്റസിനെ തന്നെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നീടുള്ളത് വീഡിയോ ഗെയിംസിൽ പറയുന്നത് ഈ കാർ റേസിങ് അതുപോലത്തെ റേസസ് ആണ്. അപ്പോൾ ഇത് കളിക്കുന്നത് വഴി ഇവർക്ക് ഉള്ള ആ ഒരു ഇപ്പോൾ കാർ റേസിങ് കളിക്കുമ്പോൾ തന്നെ 2 കാറുകൾ കൂട്ടിമുട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് കാണിക്കുന്നത്. അപ്പോൾ ഇവരൊരു ഇല്യൂഷൻ ഒരു മൈൻഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതോട് തന്നെ നമ്മളിപ്പോൾ പുറത്തിറങ്ങുവാണെങ്കിൽ, കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങുവാണെങ്കിൽ, ഇവർ റോഡിൽ തന്നെ കാറ് വരുമ്പോൾ ഈ 2 കാറുകൾ കൂട്ടിയിടിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇവർക്ക് ഉള്ളത്. ആ ഒരു ഇല്യൂഷനിലേക്ക് ഇവർ പോകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നീട് വരുന്നത് നമ്മുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അതായത് പണ്ട് കാലത്ത് മുറ്റത്തിരുന്ന് കളിക്കുകയും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കുക, ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബോണ്ടിങ് ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷേ ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതോടുകൂടി കുഞ്ഞുങ്ങൾ ഈ മൊബൈൽ ഫോണും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനിലാണ് ഈ പോകുന്നത്. അപ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയും ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് കാണാം. ഇപ്പോൾ ഒരു മുതിർന്ന ആളിനെ കാണുമ്പോൾ എണീറ്റ് കൊടുക്കുന്ന പതിവ് നമുക്ക് പണ്ടത്തെ ഇതിലുണ്ട്. പക്ഷെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ മൊബൈലുമായിട്ടിരിക്കുമ്പോൾ നമ്മൾ വിളിച്ചാലോ അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ വന്നിരുന്നാലോ ഇവരറിയുന്നില്ല. ഇവർ ആ ഗെയിമിലുമായിട്ട് ഉള്ള ഇൻട്രാക്റ്റിലായിരിക്കും ഇവരിയ്ക്കുന്നത്. അത് ഇവർക്ക് ഒരു കേൾവി കുറവോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ബിഹേവിയറിലും നമുക്ക് ചേഞ്ചസ് ആയിട്ട് കാണാവുന്നതാണ്. പിന്നീടുള്ളത് പാരൻസ് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് മൊബൈൽ യൂസ് ചെയ്യുന്നത് കുറവാക്കുക എന്നുള്ളതാണ് വേറെ പറയാനുള്ളത്. കാരണം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയായിരിക്കും കുട്ടികൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ ഫുൾ ടൈം മൊബൈലിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ നമ്മളത് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൈറ്റ് അല്ല. നമ്മൾ കാണിച്ചു കൊടുക്കുക, നമ്മൾ മൊബൈൽ ഫോൺ യൂസിങ് കുറവായി കാണിച്ചു കൊടുക്കുന്ന വഴി കുഞ്ഞുങ്ങളും അത് പഠിക്കും. മാത്രമല്ല, ഇത് കുറയ്ക്കാൻ, ഇപ്പം മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒറ്റയടിക്ക് സാധിക്കില്ല. ബട്ട്
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും പാരൻസ് ശ്രദ്ധിക്കുക. അവരുമായിട്ടൊരു ഫ്രണ്ട്ലി ബോണ്ട് നമ്മൾ കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ അവരുടെ മൈൻഡ് ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയുകയും അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടാനും സങ്കടം സന്തോഷം എല്ലാം നമ്മളോട് എക്സ്പ്രസ് ചെയ്യും ഒക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ പാരൻസ് കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും അവർ തിരിച്ച് നമ്മളോട് കാണിക്കുന്ന റെസ്പോൺസും. മാത്രമല്ല ഈ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഒറ്റയടിക്ക് നമുക്ക് നിർത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിരുന്ന കുഞ്ഞു മോനെ അധികം ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഒരിക്കലും അത് ചെയ്യാണ്ടിരിക്കില്ല. കുഞ്ഞ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഗെയിം കളിക്കുമ്പോഴായിരുന്നാലും ഒരു ഗെയിം കഴിഞ്ഞ് അടുത്ത ഗെയിമിലോട്ട് ഇവർ സ്കിപ്പ് ആവുന്ന സമയത്ത് നമ്മൾ പറയും ശരി ഇത്ര ടൈം നമ്മൾ കളിച്ചു, ഇനി 1 hour കഴിഞ്ഞിട്ടേ കളിക്കാൻ പാടുള്ളൂ, അതുവരെ വേറൊരു ആക്ടിവിറ്റി ഇവർക്ക് കൊടുക്കുക. ഈ ഒരു ടൈം റെസ്ട്രിക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് കുഞ്ഞിന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശീലിപ്പിച്ചെടുക്കുക. മാത്രമല്ല ഈ കില്ലർ ഗെയിംസ്, ഡേഞ്ചർ ഗെയിംസ് അങ്ങനെയുള്ള ഗെയിംസിലേക്ക് ഇവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാതെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സുഡോക്കോ, ഈ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഗെയിംസുകൾ, അതായത് സുഡോക്കോ, വേർഡ് ഗെയിംസ്, പിന്നെ ഹോബീസ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആ ഒരു ഇൻട്രസ്റ്റിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.